ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രൊജക്ടറാണ്. അതും വീട്ടിൽ തന്നെയാണ് നമ്മൾ ആ പ്രൊജക്ടർ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് റിയൽ പ്രൊജക്ടറിൻ്റെ അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും ഒരു രസത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് വിടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് വേണം. എന്നിട്ട് നമ്മുടെ ആ ബോക്സിൻ്റെ അളവിൽ നമുക്ക് ഈ ഷീറ്റിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് ഫുള്ള് ഈ ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ബ്ലാക്ക് കളർ ഷീറ്റ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോളിൻ്റെ അവിടെ ഒരു ഐറ്റം എടുത്ത് വെക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മാഗ്നിഫൈയിങ് ലെൻസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം. ഇത് നമുക്ക് നമ്മുടെ ബോക്സിൽ നമ്മളിട്ട് ആ ഹോളിൻ്റെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു ബൾബോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മുടെ പണ്ടത്തെ ഫിലമെന്റ് ബൾബില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് വെച്ചാലും ഓക്കെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മാഗ്നിഫൈയിങ് ലെൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ലെൻസ് എടുത്ത് ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫിലമെന്റ് ബൾബ് ആണെങ്കിലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പ്രൊജക്ടറിന്റെ പണി. ഇനി എന്താ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് എന്താണോ പ്രൊജക്ട് ചെയ്യേണ്ടത് അതിന്റെ ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഫോൺ ഒന്ന് തല തിരിച്ചു വെക്കുക, അതായത് ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുക. അതായത് ഏത് രീതിയിലാണോ നമുക്ക് നമ്മുടെ വോളിൽ പ്രൊജക്ട് ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്ക്രീൻ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊജക്ടറിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.